വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്ക് തന്നെയാണ്. രാജ്യതലസ്ഥാനത്തെ നടുക്കിയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. തിങ്കളാഴ്ച വൈകിട്ടോടെ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റു. റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ 1ഉം 4ഉം ഗേറ്റുകൾക്കിടയിലെ റോഡിലാണ് വൈകുന്നേരം 6:52-ന് സ്ഫോടനമുണ്ടായത്. ഹരിയാന രജിസ്ട്രേഷനിലുള്ള i20 കാറാണ് പൊട്ടിത്തെറിച്ചത്. ഈ വാഹനത്തിന്റെ ഉടമയടക്കം കസ്റ്റഡിയിലാണ്. ഹരിയാനയിൽ പിടിയിലായ ഡോക്ടർമാർക്ക് ഈ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. UAPA പ്രകാരം NIA ആണ് കേസ് അന്വേഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണനും NG മിഥുനും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് അഭിലാഷിലേക്ക് പോകുമ്പോൾ, അഭിലാഷ്, ഇന്നലെ 11 മരണമാണ് സ്ഥിരീകരിച്ചത്. നിലവിൽ ആശുപത്രിയിലുള്ളവരുടെ സ്ഥിതി എന്താണ്? അതുപോലെ തന്നെ ഭീകരാക്രമണമാണോ എന്നതിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? അനുശ്രീ, ഇത് ഭീകരാക്രമണമാണെന്ന് ഇതുവരെ നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. അവിടുന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ അതിലേക്ക് ഭീകരാക്രമണമാണ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇതിൻ്റെ സൂചനകൾ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഫരീദാബാദിൽ നിന്ന് 2 ഡോക്ടർമാരെ പിടികൂടുന്നത്. അതിൽ 2 ഡോക്ടർമാരെ സംശയാസ്പദമായി പിടികൂടുന്നത്. അതിൽ ഒരു വനിതാ ഡോക്ടറുണ്ട്, അതുപോലെ ഒരു ആൺ ഡോക്ടറുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് 360 കിലോഗ്രാം എക്സ്പ്ലോസീവ്സ് ആണ് പിടിച്ചെടുത്തത്. അതുപോലെ ആ വനിതാ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു AK-47 തോക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് നിറ തോക്ക് പിസ്റ്റൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെ കാറിൽ നിന്ന്, അവരുടെ ആ വനിതാ ഡോക്ടറിന്റെ ഉടമസ്ഥതയിലുള്ള കാറിൽ നിന്ന് ഇത്തരത്തിൽ തോക്കുകളടക്കം പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പോലീസിനും ഇന്റലിജൻസിനും വിവരം ലഭിക്കുന്നത്. അത് പ്രകാരം വലിയ രീതിയിലുള്ള ഒരു അലേർട്ടിൽ നിൽക്കുമ്പോഴാണ്, രാജ്യം ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങൾ വലിയ രീതിയിലുള്ള അലേർട്ട് നിൽക്കുമ്പോഴാണ് ഇന്നലെ രാത്രി 6:52 കൂടി നമ്മുടെ ചെങ്കോട്ടയുടെ മുന്നിലുള്ള ഗേറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഉണ്ടാവുന്നത്. നിലവിൽ 11 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. അതുപോലെ 30ഓളം പേർ ആശുപത്രിയിലാണ്. ഇതിൽ ഈ ആശുപത്രിയിലായ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. അതിൽ പലരുടെയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അറ്റുപോയിട്ടുണ്ട് എന്നുള്ള ദുഃഖകരമായ വാർത്ത കൂടി ഈ പ്രഭാതത്തിൽ പുറത്തു പറയേണ്ടി വരുന്നു അനുസരിച്ച് നമുക്ക്. കാരണം അത്രത്തോളം വലിയ രീതിയിലുള്ള, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. 6:52-നാണ് ഇത്തരത്തിൽ പതുക്കെ വന്ന കാറ് ഗേറ്റിന് മുന്നിൽ പൊട്ടിത്തെറിക്കുന്നത്. ഈ പൊട്ടിത്തെറിയിൽ 8 വാഹനങ്ങൾ, ഈ കാർ അടക്കം 8 കാറുകൾ അവിടെ പൊട്ടിത്തെറിച്ചു. അതുപോലെ 8 ബൈക്കുകൾ പൊട്ടിത്തെറിച്ചു, 3 ഓട്ടോറിക്ഷ പൊട്ടിത്തെറിച്ചു. അങ്ങനെ വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. ഈ കാറിൽ നിന്ന്, അതായത് ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്ന കാർ പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് തീ മറ്റു വാഹനങ്ങളിലേക്ക് പടരുകയായിരുന്നു. ആ പ്രദേശത്തുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള 11 പേർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. 30ഓളം പേർ ആശുപത്രിയിലാണ്. വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. NIA ഉണ്ട്, ഡൽഹി പോലീസ് ഉണ്ട്. ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഒരു സൂചന ലഭിച്ചു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഇന്നലെ ഫരീദാബാദിൽ അറസ്റ്റിലായ ഡോക്ടർ മുഹമ്മദ് ഷാക്കിൽ, അതുപോലെ വനിതാ ഡോക്ടർ, ഇവർക്കൊപ്പം പിടിയിലാവേണ്ട, അല്ലെങ്കിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന ഡോക്ടർ മുഹമ്മദ് ഉമർ എന്ന് പറയുന്ന ആളുണ്ട്. ഇയാളും ഈ ഫരീദാബാദിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അയാളെ അന്വേഷിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു കാറിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. അതിനുശേഷം പുറത്തു വന്ന ചില CCTV ദൃശ്യങ്ങളിൽ ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്ന് കരുതുന്ന ഒരു ചിത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഈ 2 ഡോക്ടർമാരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ഉമർ മുഹമ്മദാണ് ഈ കാറിൽ ഉണ്ടായിരുന്നതെങ്കിൽ, ഈ പൊട്ടിത്തെറിച്ച കാറിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതൊരു ചാവേർ ആക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പാക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഡോക്ടർ മുഹമ്മദ് ഷാക്കിൽ അടക്കമുള്ള ആളുകളുമായുള്ള അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമാകും എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ നിർണായക വിവരം. അതായത് ഈ ഡോക്ടർമാരുടെ സംഘം പ്ലാൻ ചെയ്ത ഒരു രാജ്യത്ത് നടത്തിയ ഒരു സ്ഫോടനം, ഒരു തീവ്രവാദ അല്ലെങ്കിൽ ഭീകരവാദ സ്ഫോടനമാണ് ഇന്നലെ ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഉണ്ടായത് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ നിലവിൽ അത്തരത്തിൽ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്ത സാഹചര്യത്തിൽ നമുക്ക് അത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. എന്നാൽ അതിൻ്റെ സൂചനകളുണ്ട്. കാരണം ഈ കേസ് ഒരു സാധാരണ ഡൽഹിയിൽ CNG കാറുകൾ സാധാരണ പൊട്ടിത്തെറിക്കാറുണ്ട്, അത്തരത്തിൽ ഉള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ
അപ്പോഴൊക്കെ സാധാരണയായിട്ടുള്ള കേസ് അന്വേഷണം അത് നടത്തി അത് മുന്നോട്ട് വിടുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ UAPA കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല NIA ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. NIAയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ NIA ടീം അവിടെ എത്തി, റെഡ് ഫോർട്ടിലെത്തി ഈ മേഖല മുഴുവൻ അന്വേഷിക്കുകയും ഫോറൻസിക് ആയിട്ടുള്ള തെളിവുകളെല്ലാം ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ഒരു സൂചന ലഭിച്ചിരുന്നു. അതായത് ഇത്തരത്തിൽ ഇതൊരു സാധാരണ ഒരു വാഹന അപകടമല്ല, ഇത് മറിച്ച് ഇതിന് പിന്നിൽ മറ്റു ചില ഗൂഢാലോചനകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വെളിവാകുന്നത്. നമുക്കറിയാം ഇന്ന് ഈ IED ആണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ്. ഇത് വീട്ടിൽ നിന്ന് തന്നെ ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന അതിൻ്റെ വലുപ്പം നോക്കി അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്ന സാധനമാണ് ഈ IED എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ IED ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഉണ്ടാക്കുന്ന 360 കിലോ എക്സ്പ്ലോസീവ്സ് ആണ് ഇന്നലെ ഫരീദാബാദിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിൽ 2563 കിലോ അമോണിയം നൈട്രേറ്റ് കണ്ടെടുത്തിരുന്നു. മുഹമ്മദ് ഷാക്കീൽ എന്ന് പറയുന്ന ഡോക്ടർ താമസിച്ചിരുന്ന ഫരീദാബാദിലെ വീട്ടിൽ നിന്ന്. ആ ഫരീദാബാദിലെ വീട്ടിലെ ഉടമസ്ഥനായിട്ടുള്ള പള്ളിയിലെ ഇമാമിനെ അടക്കം പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പിന്നാലെയാണ് ഈ മുഹമ്മദ് ഷാക്കീലുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലായ വനിതാ ഡോക്ടറിൻ്റെ വാഹനം പരിശോധിക്കുന്നത്. ആ വാഹനത്തിൽ നിന്നാണ് AK-47 അടക്കമുള്ള തോക്കുകളും ഒക്കെ കിട്ടിയത്. അങ്ങനെ ഇവരൊക്കെ ഒപ്പമുണ്ടെന്ന് കരുതപ്പെടുന്ന, ഇവരുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് എവിടെയെന്നുള്ളൊരു അന്വേഷണം ഇന്നലെ തന്നെ പോലീസ് നടത്തിവരികയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്നലെ വൈകുന്നേരം ഇത്തരത്തിൽ ചെങ്കോട്ടയിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നതും ആ ബ്ലാസ്റ്റിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ നോക്കുമ്പോൾ ആ പൊട്ടിത്തെറിച്ച വാഹനവുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ആ കാർ ഓടിച്ചിരുന്ന ആളാണ് നമ്മൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയൊരു ഭീകരവാദ ബന്ധവുമായി നമുക്ക് കണക്കാക്കാം. നമുക്ക് അതിലേക്ക് പോകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾക്ക് അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു നൽകിയത്. ബഹാവൽപൂരിലെ അവരുടെ കേന്ദ്രങ്ങൾ മുഴുവൻ ഇന്ത്യൻ സേന തകർത്തിരുന്നു. അതുപോലെ തന്നെ ഈ ലഷ്കർ കമാൻഡറായ സൈഫുള്ള സെയ്ഫിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രകോപനപരമായ ഒരു വീഡിയോ അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതും കൂടുതൽ ഗൗരവമായി എടുക്കേണ്ട ഒന്നാണ്. അയാൾ അതിൽ പറയുന്നത് ലഷ്കർ തലവൻ ഹാഫിസ് സെയ്ദ് അലസനായിരിക്കുകയില്ലെന്നും ബംഗ്ലാദേശിലൂടെ ഇന്ത്യയെ ആക്രമിക്കാൻ ഹാഫിസ് സെയ്ദ് ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുമൊക്കെയാണ് വീഡിയോയിൽ പറയുന്ന കാര്യം. ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഒരു ഭീകരാക്രമണമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ലല്ലോ. ഒരിക്കലുമില്ല. അതിലേക്ക് തന്നെയാണ് അനുശ്രീ അന്വേഷണം പോകുന്നത്. കാരണം ഈ ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്നിട്ടുള്ള ലഷ്കർ ഇ തയ്യബയുടെ സ്ഥാപകനായിട്ടുള്ള ലോകം ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭീകരവാദിയായി പ്രഖ്യാപിച്ച ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന ആ ഭീകരൻ ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ, ഇന്ത്യയിൽ പുതിയ ഭീകരാക്രമണങ്ങൾ നടത്താൻ, ഇന്ത്യയിൽ വലിയ ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നുവെന്ന് ഈ ലഷ്കർ ഇ തയ്യബയുടെ കമാൻഡറായിട്ടുള്ള സൈഫുള്ള സെയ്ഫ് ഇക്കഴിഞ്ഞ 30-ാം തീയതിയാണ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പങ്കുവച്ചത്. അതിനുശേഷം തന്നെ ഇന്ത്യ വലിയ രീതിയിലുള്ള അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ ഭീകരൻ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന ഭീകരൻ ഇന്ത്യയിൽ പലയിടങ്ങളിലും, ഡൽഹി അടക്കമുള്ള പലയിടങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നു. ഇന്ത്യ അങ്ങനെ സന്തോഷമായി പോകുന്നത്, അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട എന്നുള്ള രീതിയിൽ വലിയതുള്ള ഒരു ഭീഷണി തന്നെ, ഒരു മുന്നറിയിപ്പ് തന്നെ നൽകിയിരുന്നു. അതിന് പിന്നാലെ രാജ്യത്തെ ഇൻഫ്ലുവൻസ് ഏജൻസികളെല്ലാം അതീവ സുരക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പലരുടെയും സംശയം തോന്നിയ പലരുടെയും അടുത്ത് പോലീസിന്റെ അന്വേഷണം എത്തുന്നതും ഡോക്ടർ മുഹമ്മദ് ഷാക്കീൽ അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തിയതും. പക്ഷേ അവിടെ നിന്ന് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ, അയാളാണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ്. കാരണം പോലീസ് ഏകദേശം അടുത്തെത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അപകടം, ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. എന്നാൽ വീണ്ടും പറയുന്നു, കേന്ദ്ര സർക്കാർ, നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളൊന്നും ഇതൊരു ഭീകരാക്രമണമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ UAPA ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഡൽഹി പോലീസും NIA അന്വേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭീകര സംഘടനകളുടെ ബന്ധം, ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണ്. ഈ I-20 കാർ, അതായത് ഈ പൊട്ടിത്തെറിച്ച I-20 കാർ പുൽവാമ സ്വദേശിയുടേതാണ്. പുൽവാമ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സൽമാനാണ് ഈ കാർ ആദ്യമായി വാങ്ങുന്നത്. അതിനുശേഷം 4 പേരുടെ കൈമറിഞ്ഞു. HR 26CE 7674 എന്ന് പറയുന്ന ഈ വാഹനം ഇന്നലെ ചെങ്കോട്ടയ്ക്ക് സമീപം 3 മണിക്കൂറാണ് നിർത്തിയിട്ടിരുന്നത്. അതിനുശേഷം 6:50 ഈ വാഹനം മെല്ലെ മൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിഗ്നൽ നിൽക്കുന്ന സമയത്ത് ആ വാഹനം പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ
ഈ മുഹമ്മദ് സൽമാൻ അടക്കമുള്ള ആൾക്കാർ, ജമ്മു സ്വദേശികൾ അടക്കമുള്ള ആളുകൾ ഈ ഒരു സ്ഫോടനത്തിന് പിന്നിലുണ്ടോ, അവരുടെ പങ്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകും. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം കാശ്മീരിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. അതായത് ഇതൊരു സാധാരണ ബോംബ് ബ്ലാസ്റ്റ് അല്ല, പകരം പല കണ്ണികൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പുൽവാമയിൽ ഒരാൾ അറസ്റ്റിലാകുന്നു, കാശ്മീരിൽ അറസ്റ്റിലാകുന്നു, അതുപോലെ ഹരിയാനയിൽ 2 പേർ പിടിയിലാകുന്നു. അതിൽ ഒരാൾ അവിടുന്ന് രക്ഷപ്പെട്ട ഒരാൾ, ആ പോലീസിൻ്റെ പിടിയിലാകാതെ രക്ഷപ്പെട്ട ഒരാളുടെ CCTV ദൃശ്യങ്ങൾ ചെങ്കോട്ടയ്ക്കടുത്തുള്ള ഈ പൊട്ടിത്തെറിച്ച കാറിൽ നിന്ന് കണ്ടെത്തുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ കൊല്ലപ്പെട്ട ആളുകളിൽ ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ മുഹമ്മദ് ഉമറും ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് മരിച്ചു എന്ന് പറയുന്ന 11 പേരിൽ ഒരാൾ ഭീകരവാദിയാണോ എന്നുള്ളതാണ്, അയാളുടെ മൃതദേഹമാണോ ആശുപത്രിയിലുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അനുശ്രീ. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും DNA പരിശോധനകളും ഒക്കെ ഉടൻ നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം, ആശുപത്രിയിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആക്രമണം, ഇന്നലെ ഉണ്ടായ ബോംബ് ബ്ലാസ്റ്റ്, അതിൽ ആ കൂട്ടത്തിൽ മരിച്ചവരിൽ ഒരാൾ ഭീകരനാണെങ്കിൽ ഇതൊരു ചാവേർ ആക്രമണമാണ് എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാം. അങ്ങനെയാണെങ്കിൽ രാജ്യം ഹൈ അലേർട്ടിലാണ് നിലവിൽ. കേരളമടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും, എല്ലാ എയർപോർട്ടുകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുലർത്തിയിരിക്കുന്നത്. പ്രധാനമായും ഡൽഹി, മഹാരാഷ്ട്ര, അതുപോലെ ഉത്തർപ്രദേശ്, അയോധ്യ ക്ഷേത്രം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ദിരാഗാന്ധി ടെക്നോളജി യൂണിവേഴ്സിറ്റി ഡൽഹി ടെക്നോളജി വിമൻ യൂണിവേഴ്സിറ്റി 65ഓളം ഡ്രോണുകളാണ് ഡൽഹിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ ഈ ഡ്രോണുകൾ ഉയർന്നു പറക്കുന്നുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി ഡ്രോണുകൾ വിട്ടു നൽകിയിരിക്കുന്നത്. അത് ഡൽഹി പോലീസ് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തെല്ലാം വലിയ രീതിയിലുള്ള നിരീക്ഷണമാണ് നടത്തി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഡൽഹി ഹൈ അലേർട്ടിലാണ്. അവിടെ എല്ലാ പോലീസ് സ്റ്റേഷൻ മേഖലകളിലും ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് സംശയം തോന്നുന്ന എല്ലാവരെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയൊരു അപകടം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ ഫരീദാബാദിലെ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിന് ശേഷം അവിടുന്ന് ഡോക്ടർമാരടക്കം, അതായത് സാധാരണ ജോലിയോ അങ്ങനെ ഒന്നുമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്നതെങ്കിൽ സമൂഹത്തിൽ ഉന്നതരായി ജീവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിവരം കൂടിയാണ്. ഡോക്ടർ മുഹമ്മദ് ഷാക്കിൽ അടക്കം, ഡോക്ടർ ഉമർ മുഹമ്മദ് അടക്കം ഈ ഒരു ഭീകരാക്രമണത്തിൽ പങ്കാളികളാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. മാത്രമല്ല ഒരു വനിതാ ഡോക്ടർ കൂടി പിടിയിലായി എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. കാരണം നമുക്കറിയാം, നമ്മൾ വളരെ ഡോക്ടർമാരെ ഒരു ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലൊരു ഭീകരവാദ പ്രവർത്തനമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരുപക്ഷെ വിശ്വസിക്കാനാവാത്തൊരു കാര്യം തന്നെയാണ്. അതിൽ ഒരു വനിത കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പക്കൽ നിന്ന് AK-47 അടക്കമുള്ള തോക്കുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ ആശങ്കപ്പെടുത്തുന്ന വിവരം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ജെയ്ഷെ മുഹമ്മദ് അടക്കം, ലഷ്കർ-ഇ-തോയ്ബ അടക്കം ഏതെങ്കിലും ഭീകര സംഘടനകളുടെ പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ്. ഇതിൽ സാധാരണ ഒരു ബ്ലാസ്റ്റ് അല്ല എന്നുള്ള കാര്യം തന്നെ നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ വ്യക്തമായതാണ്. കാരണം ഒരു കാർ പെട്ടെന്ന് 3 മണിക്കൂർ നിർത്തിയിട്ടിരിക്കുന്നു, അവിടെ വന്ന് പൊട്ടിത്തെറിക്കുന്നു. ആ കാർ ഓടിച്ചിരുന്നു എന്ന് പറയുന്ന ആളുടെ സുഹൃത്തുക്കളെ ഹരിയാനയിൽ നിന്ന് പോലീസ് മണിക്കൂറുകൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു സാധാരണ ഒരു CNG കാർ ബ്ലാസ്റ്റ് അല്ല എന്നുള്ള കാര്യം വ്യക്തമാകും. കാരണം മാത്രമല്ല അതൊരു പെട്രോൾ കാറാണ്, CNG കാറല്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് വെള്ളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പെട്രോൾ വാഹനമാണ്, പെട്രോളോ ഡീസലോ ആണെന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാം. അതൊരു CNG വാഹനമല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പൊട്ടിത്തെറി, എന്തുകൊണ്ട് ഈ വാഹനം പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ സ്ഫോടക വസ്തുയുടെ ശേഖരങ്ങൾ NIAക്ക് അവിടുന്ന് ലഭിച്ചിട്ടുണ്ടോ, ഇന്നലത്തെ തെളിവെടുപ്പിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വിശ്വസനീയമായ
സോഴ്സുകൾ പ്രകാരം ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അവിടുന്ന് സ്ഫോടക വസ്തുവിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ കാര്യങ്ങളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഇത് അതീവ സുരക്ഷയുള്ള അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തുന്ന കാര്യമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിവരങ്ങളും പുറത്തുവിടാറില്ല. ഹൈലി ക്ലാസിഫൈഡ് ആയിട്ടുള്ള രേഖകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അത് ഒരു തരത്തിലും പുറത്തുവിടാൻ നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് കഴിയില്ല. എന്തായാലും ആഭ്യന്തരമന്ത്രി ഇന്നലെ രാത്രി തന്നെ ആ പ്രദേശത്ത് സ്ഫോടനമുണ്ടായ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ ആഭ്യന്തര മന്ത്രാലയത്തിൽ വെച്ച് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ മീറ്റിംഗ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതിൽ എന്തെങ്കിലും പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടോ ബംഗ്ലാദേശ് ബേസ്ഡ് ആയിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നാണ് ആക്രമണം ലക്ഷ്യമിട്ടതെങ്കിൽ അതിന് പിന്നിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ പോലെ മറ്റെന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള കാര്യവും രാജ്യം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ പോയി ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാക്കളെ അടക്കം വധിച്ചുകൊണ്ട് തിരിച്ചെത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടി എന്നോണമെന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീകര പ്രവർത്തനം ഉണ്ടായതെങ്കിൽ അതിനൊരു മറുപടി എന്നോണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം, ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു സൈനിക നീക്കം ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ആകാംക്ഷയോടെ ഭാരതീയർ കാത്തിരിക്കുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് 18നോട് നൽകിയ അഭിമുഖത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ നീക്കം നടത്തുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമുക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ അവലോകന യോഗം നടത്തും. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ സുരക്ഷ കർശനമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഇതിൽ ഇന്നലെ ഉണ്ടായത് എന്താണെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥരും NIAയും ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് ധരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിച്ച തെളിവുകൾ ആഭ്യന്തരമന്ത്രിക്ക് മുന്നാലെ വയ്ക്കും. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിക്കും. അങ്ങനെ ഈ വിഷയത്തിൽ എന്താണ് ഇന്ത്യ ഇനി എടുക്കാൻ പോകുന്ന നിലപാട്, രാജ്യം എന്താണ് നിലപാടെടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് തന്നെ തീരുമാനമാകും. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ചികിത്സയിലുള്ളവർ, അതായത് 30ഓളം പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ചികിത്സ നൽകാനാണ് സർക്കാരിൻ്റെ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അവർക്ക് ഏത് വിധേനയും കൃത്യമായ ചികിത്സ നൽകി അവരെ ജീവിതത്തിലേക്ക് എത്രയും വേഗം മടക്കിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നമ്മുടെ ഡോക്ടർമാരുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കൃത്യമായ രീതിയിൽ ഡൽഹിയിൽ ഇനിയൊരു ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള, ഇനി ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും CRPFനെ വിന്യസിച്ചിരിക്കുന്നു. അവരുടെ സുരക്ഷയിലാണ് ഇപ്പോൾ ഡൽഹി ഉള്ളത്. മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ടുകൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും CRPFൻ്റെ ശക്തമായ നിരീക്ഷണങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. സംശയം തോന്നുന്ന എല്ലാ വാഹനങ്ങളും ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ വാഹനം ഓടിച്ചു വരുന്നവരുടെ ഏതെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കാനടക്കം പോലീസിനോട് ഉന്നത നേതൃത്വം ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബാഗുകൾ, കടകൾ, വഴിയോര കടകളെല്ലാം തുറന്ന് പരിശോധിക്കുന്നുണ്ട്. എല്ലാ ബോംബ് ഡിറ്റക്ഷൻ ഉപകരണങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ വഴിയരികിലിരിക്കുന്ന ഭിക്ഷക്കാരെ അടക്കം പരിശോധിക്കുന്ന രീതിയിലേക്ക് കാര്യം പോയിരിക്കുന്നു. കാരണം ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു സൂചി പോലും കടക്കാത്ത രീതിയിലുള്ള പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് രാജ്യത്തുടനീളം എന്നുള്ളതാണ്. ഡൽഹിയിൽ മാത്രമല്ല, കേരളത്തിലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലടക്കം ഇന്നലെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ സെർച്ചുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ ഇന്നലെ ഡൽഹിയിലുണ്ടായ ഒരു ആക്രമണത്തിന് പിന്നാലെ വിവിധ രാജ്യങ്ങൾ, അമേരിക്ക അടക്കം ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തി. ഏതൊരു സാഹചര്യത്തിലും ഇന്ത്യക്കൊപ്പം എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഇറാൻ തുടങ്ങി മറ്റ് ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഇന്നലെ ഇന്ത്യയിലുണ്ടായ ഈ ഒരു ദാരുണമായ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം
സംസ്ഥാനത്തെ എല്ലാ മുഖ്യമന്ത്രിമാരും ഡൽഹിയിലെ ഈ ഒരു ദാരുണമായ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അപലപിച്ചു. ഹീനമായ ആക്രമണമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് രാജ്യം ഒറ്റക്കെട്ടായി ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് നടന്ന ഈ ഹീനമായ ക്രൂരകൃത്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പരിഗണിക്കുന്നില്ല. അതൊക്കെ ഇത് എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അത്തരത്തിൽ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ രാജ്യത്ത് ഇത്തരത്തിലൊരു വലിയ അപകടമുണ്ടായിരിക്കുന്നു, ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു, ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ആ സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർക്ക് പരിക്കേറ്റു. ഈ ഒരു സാഹചര്യത്തിൽ അതിനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ ആരാണ്, അവരെ കണ്ടെത്താനുള്ള അതിശക്തമായ ശ്രമമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസും NIA-യും CRPF-ഉം CISF-ഉം അങ്ങനെ എല്ലാ രീതിയിലും രാജ്യത്തെ CBI അടക്കം അന്വേഷണം നടത്തുന്നുണ്ടെന്നുള്ളതാണ് സൂചനകൾ ലഭിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ മേഖലയിൽ നിന്നുള്ള സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇത്തരത്തിൽ ഇത് ഏതെങ്കിലും ഒരു ഭീകരവാദ സംഘടനകൾ, രാജ്യത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഭീകരവാദ സംഘടനയ്ക്ക് ഈ ഒരു ആക്രമണത്തിൽ പങ്കുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ, ഇന്ത്യൻ സേനയുടെ ഒരു തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ തൊട്ട് മുന്നിൽ മാസങ്ങൾക്ക് മുമ്പാണ് പഹൽഗാമിലെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിൽ ശക്തമായ തിരിച്ചടി. അഭിലാഷിലേക്ക് തിരികെ വരാം. ഇപ്പോഴും ഭീകരാക്രമണമാണോ എന്നതിൽ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അതിലൊക്കെ ആധികാരികമായ ഒരു വിശദീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്.